ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. രാവണമവണ്ട ഓത്തയിൽ നിൽക്കിറയമണ്ട. തളപതി 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 വിജയ് ജനനായകൻ. നമ്മുടെ വിജയുടെ കരിയറിൽ അവസാന പടത്തിന്റെ ട്രെയിലറാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. ഓൾറെഡി ചാർജ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇന്നലെ മറ്റേ രാവണ മവണ്ട എന്നുള്ള പാട്ട് കേട്ടിട്ട് എന്താ പാട്ട്, കിട്ടിലും പാട്ട്, വൈബ് സാധനം, പവർ സാധനം, അത് കേട്ടിട്ട് തന്നെ ചാർജായി. ഇനി ഏതായാലും നമുക്ക് ട്രെയിലർ കാണാം. ട്രെയിലർ കണ്ടിട്ടൊന്ന് ചാർജ് ആവാം. പിന്നെ ഇത് മറ്റേ കേസരി എന്ന് പറഞ്ഞ പടത്തിന്റെ റീമേക്ക് ആണെന്നുള്ള രീതിയിലൊക്കെ പലരും പറയുന്നത് കേട്ടു. ഞാൻ എന്തായാലും ആ പടം കണ്ടിട്ടില്ല, സോ എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഇനിയിപ്പോ റീമേക്ക് ആണെങ്കിലും എന്താണ്, തളപതി പടം പോയി കാണുക, എൻജോയ് ചെയ്യുക. ഇതെന്തായാലും അടിപൊളി പടം ആവണമെന്നാണ് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ എൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഗംഭീര സക്സസ്സോട് കൂടിയിട്ട് സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയുക, അവസാന പടം കാണാനാണ് ആസ് എ പ്രേക്ഷകൻ ഞാൻ ആഗ്രഹിക്കുന്നത് വിജയുടെ. അതായത് ഇത് അവസാന പടം ആവല്ലേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് വിജയുടെ ഇനിയും പടങ്ങൾ കാണാനുള്ള ആഗ്രഹമുണ്ട്. നമ്മൾ സൂര്യ ഫാനാണ്, ബട്ട് അതൊക്കെ വേറെ കാര്യം. ബട്ട് നമുക്ക് വിജയനെ ഇഷ്ടമാണ്. അങ്ങേര് ഇത് നിർത്തണേനെ കുറിച്ചിട്ടൊക്കെ ആലോചിക്കുന്ന സമയത്ത് ഒരു വിഷമം ആക്ച്വലി ഉണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, പുള്ളിയുടെ ചോയ്സാണ്. എന്തായാലും പുള്ളിയുടെ ഉദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നടക്കട്ടെ, നല്ല രീതിയിൽ വരട്ടെ എന്ന് നമുക്ക് ഇവിടെ ഇരുന്ന് അങ്ങോട്ട് ആശംസിക്കാം. അത്രയേ ഉള്ളൂ. ഏതായാലും ട്രെയിലർ കാണാം. ஒரு பேர் அடிச்சிருங்க, அவன் யார் என்னன்னு விசாரிச்சு சொல்ல. தளபதி வெற்றி கொண்டா. தளபதி விஜய் அத்தனை பேரை போட்டாச்சு. நீ சூப்பர்மேனா? சாதாரண தான் பேபி. அது செய்யற சம்பவம்லாம் சூப்பரா இருக்கும்னு சொல்லுவாங்க. பொண்ணுங்களுக்கு பயம் இருக்க கூடாது. புலி மாதிரி படம். இத்தனை வருஷமாவது ஆர்மி எஜுகேஷன் ஹெல்ப் கொடுங்க. என் பொண்ணை தொட சொன்னவன் யாரு? யாரு? இந்தியாவின் காலடி என்ன பிளான்? விஜயோட பயத்துக்கு பின்னாடி ஏதோ பெருசா ஒண்ணு. அது தெரிஞ்சா நாட்டுக்கு வரக்கூட ப்ராப்ளத்தையே தடுக்கும். மக்களுக்கு நல்லது உன்னை காப்பாத்திட்டு ஓடி போயிட்டு ஐயோக்கியங்களும் ஒண்ணா நிற்கிறாங்க. அவங்க ஜெயிக்க கூடாது. உன்னை காலி பண்ணிடுவேன், அசிங்கப்படுத்திடுவேன்னு சொல்ற எவனா இருந்தாலும் சரி, திரும்பி போற ஐடியாவே இல்ல. I am coming. மக்களுக்கு நல்லது பண்றதுக்கு அரசியலுக்கு வாங்கடா. அரசியலுக்கு வரீங்க. നിങ്ങൾ എന്തുകൊണ്ടാണ് കേരള മാട്രിമോണി ചൂസ് ചെയ്തത്? അവന്റെ പരസ്യയുടെ കൂടെ ട്രെയിലർ, ഒരു ട്രെയിലർ കാണുക എന്നുള്ളതിനെക്കാട്ടിലുപരി ആസ് എ പ്രേക്ഷകൻ ഒരു ഇമോഷനാണ് എനിക്ക്
തോന്നണത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ സൂര്യ ഫാൻസ് ഉണ്ടാവും, അജിത് ഫാൻസ് ഉണ്ടാവും, രജനീകാന്ത്, കമൽ ഹാസൻ, പല ആൾക്കാരുടെ ഫാൻസും ഉണ്ടാവും. പക്ഷേ ഈ ബോധവും വെളിവുള്ള ഫാൻസിന് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വെറുപ്പൊന്നും ആക്ച്വലി ഉണ്ടാവില്ല മറ്റു നടന്മാരോട്. ന്യൂട്രൽ ഓഡിയൻസ്, ആ ന്യൂട്രൽ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വിജയനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വിജയ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം, ഈ രണ്ട് ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഇത് വിജയുടെ അവസാന പടം എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്ത് ഉള്ളിൽ ഒരു പ്രേക്ഷകൻ, സിനിമയൊക്കെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഒരു ചെറിയ വിഷമം ആക്ച്വലി ഉണ്ടാവും, അല്ലെങ്കിൽ പുള്ളിനെ മിസ് ചെയ്യാൻ പോവാണല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഞാൻ സൂര്യ ഫാനാണ്, പക്ഷെ ഞാനൊരു പ്രേക്ഷകനും കൂടിയാണ്, സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകനും കൂടിയാണ്. വിജയനെ നല്ല എല്ലാ നടന്മാരും ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകനും കൂടിയിട്ടാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇത്രയും നാള് വിജയ് പടങ്ങളൊക്കെ ഒരു ആഘോഷമാണ്. ടീസർ വരുമ്പോൾ, ട്രെയിലർ വരുന്ന സമയത്ത് പുള്ളിയുടെ സ്പീച്ച്, ഈ വക സംഗതികൾ. ഇപ്പൊ ഞാൻ സോഷ്യൽ മീഡിയ വീഡിയോസ് ചെയ്യുന്ന ഒരാളും കൂടി ആയതുകൊണ്ട് തന്നെ നമ്മളിത് വീഡിയോയും ചെയ്യും, റിയാക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യും. അപ്പം നമ്മളിത് വളരെ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം വിജയുടെ കേസിൽ നമ്മളത് മിസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇനി നോ മോർ എന്താ പറയാ, ടീസർ, ട്രെയിലർ, ഓഡിയോ ലോഞ്ച്, പുള്ളിയുടെ സ്പീച്ച്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അല്ലെ? ഈ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഇനി ഉണ്ടായാൽ സന്തോഷം. പക്ഷെ ഇതുവരെയുള്ള ഒരു ഇത് വെച്ച് നോക്കുന്ന സമയത്ത് ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണല്ലോ പുള്ളി പറഞ്ഞു വെച്ചിരിക്കുന്നത്. സോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഒരു വല്ലാത്ത വിഷമുണ്ട്, വല്ലാത്തൊരു മിസ്സിംഗ് ഫീൽ ആക്ച്വലി ഉണ്ട്. ഇപ്പൊ ഞാനിത് ട്രെയിലർ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവസാനമൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ചെറുതായിട്ടൊന്ന് എന്റെ ചിന്ത ട്രെയിലറിൽ നിന്ന് വിട്ടിട്ട് ദിസ് ഈസ് ഹിസ് ലാസ്റ്റ് മൂവി എന്നുള്ളൊരു ചിന്തയിലേക്ക് പോയ സമയത്ത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ആക്ച്വലി തോന്നിയായിരുന്നു. അത് എത്ര ആൾക്കാർക്ക് എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒരു, ഞാൻ അങ്ങനെ സൈലന്റ് ആയി ഇടയിൽ എന്നുള്ളത് തോന്നിയിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് എന്റെ മനസ്സിന്റെ അകത്ത് അങ്ങനെ ഒരു തോന്നൽ എനിക്കിത് കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഉണ്ടായായിരുന്നു. ജെനുവിൻലി മാൻ, സീരിയസ്ലി ഗോണ മിസ് ഹിം. പടം എന്റെ ആഗ്രഹം പറയുകയാണെങ്കിൽ ഇതൊരു ഗംഭീര പടം ആവണം. ഒരു ലാസ്റ്റ് പടം എന്നുള്ള രീതി നോക്കുമ്പോൾ ഒരു ഗംഭീര സക്സസ് ആവണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഗംഭീര ആവുക അല്ലെങ്കിൽ ആവറേജ് ആവുക, അതൊക്കെ രണ്ടാമത്തെ കാര്യം. തിയേറ്ററിൽ പോയിരുന്നിട്ട് വിജയുടെ ലാസ്റ്റ് പടം കാണാൻ ഇരിക്കുക എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ, ഗോൺ എക്സ്പീരിയൻസ് ദാറ്റ്. അത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നന്നാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഹേറ്റേഴ്സിന്റെ അടുത്ത് പോയി പറ, ഹേറ്റേഴ്സിന്റെ അടുത്ത് അവര് ചിലപ്പോൾ ഇതിന്റെ അകത്ത് കണകൂട ഡയലോഗ് അല്ലെങ്കിൽ ഇപ്പോഴും കളിയാക്കലും ഫാൻ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരാനുള്ള സാധ്യതയുണ്ട്. അവരൊന്നും വകവെക്കേണ്ട യാതൊരു കാര്യമില്ല. കാരണം അത് വെളിവുകെട്ട ജന്മങ്ങളാണ്. ഫാൻ ഫൈറ്റ് നടത്തുന്ന ടോക്സിക് ആയിട്ടുള്ള തീട്ടങ്ങൾ നമ്മൾ തീട്ടങ്ങളായിട്ട് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അവർക്ക് മറുപടി പോലും കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്ന് മാത്രം. ആ ട്രെൻഡുകളുടെ അടുത്ത് പോകാൻ പറ, ടോക്സിക് ആയിട്ടുള്ള ഏത് ഫാൻസിന്റെ അടുത്താണെങ്കിൽ പോകാൻ പറ. ഇവിടെ എന്താ പറയാ, നമ്മൾ വിജയന്റെ കേസിലൊക്കെ ഈ എന്റർടൈൻമെന്റ് പരിപാടി ഒരുപാട് സംഗതികളുണ്ട്. നമ്മളത് തിയേറ്റർ എന്നൊക്കെ പറയുന്ന ഒരു രസമാണ്. പുള്ളിയുടെ പടങ്ങൾ തിയേറ്ററിൽ പോകുന്ന സമയത്ത് ഇപ്പൊ വാരിസൊക്കെ ഒരു ആവറേജ് റിപ്പോർട്ട് വന്ന സാധനമാണ്. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇവിടെയൊക്കെ ആൾക്കാർ കാണാനുണ്ടായിരുന്നു പുള്ളിയുടെ പടം. അപ്പോഴും ആൾക്കാർക്ക് പുള്ളിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ആൾക്കാർ പോയിട്ടിരുന്നിട്ട് കാണുന്നത്. അപ്പൊ അങ്ങനെ ഒരു ക്രൗഡ് പുള്ളിംഗ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് പുള്ളിക്ക് നല്ല രീതിയിൽ ആക്ച്വലി ഉണ്ട്. ഇവിടെ കേരളത്തിലാണെങ്കിലും എല്ലാം നല്ല രീതിയിലുണ്ട്. അപ്പം അങ്ങനെ ഒരു ഓഡിയൻസ് ഉള്ള ഒരു ആക്ടറാണ് തലപതി വിജയ് എന്ന് പറയുന്നത്. അപ്പം എനിക്കും തോന്നിയിട്ടുണ്ട് അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾ പുള്ളി ചെയ്യണം എന്നൊക്കെ എനിക്കും ആക്ച്വലി തോന്നിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിമർശിച്ചുകൊണ്ടും ഒക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്നുള്ളത് അത് വേറൊരു കാര്യം. പക്ഷെ അതല്ലാതെ ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ മാത്രം നമ്മൾ നോക്കുന്ന സമയത്ത് പുള്ളി ആ ഒരു അതായത് പുള്ളിയുടെ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് ഒരു ഉത്സവം പോലെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. സോ അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മിസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ മറ്റേ പാട്ട് രാവണ മവണ്ട എന്ന് പറയുന്ന സാധനം, അത് ഞാൻ നല്ല റിപ്പീറ്റ് വാച്ച്. അതിലൊരു ഇമോഷൻ ഉണ്ടാവും. നമ്മളെ വിഷ്വലിയും കൂടി അതിൽ കാണുന്ന സമയത്ത് വിജയുടെ കാണുമ്പോഴേ അത് പവർ സാധനം, ഗൂസ് ബമ്പ് അട്ടിക്കണ സാധനം, ഗംഭീര സാധനം. അത് തിയേറ്ററിലേക്ക് ഇരുന്ന് കേൾക്കണതിനെ കുറിച്ചിട്ടാണ് ഞാൻ ആലോചിക്കുന്നത്. അജാതി ഫീലായിരിക്കും. അത് ഫൈറ്റ് സീനും കൂടി ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട മോനെ, പൊളി സാധനമായിരിക്കും. ഫാൻസ് ആണെങ്കിലും ഫുള്ള് പവറിൽ എന്താ പറയാ ചിയർ ചെയ്തുകൊണ്ടൊക്കെ ഉള്ള രീതിയിൽ കാണുമ്പോഴേ ഈ പാട്ടൊക്കെ വരുന്ന സമയത്ത് പവറായിരിക്കും. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ മൂവി. ഗംഭീരാവട്ടെ. പിന്നെ നമ്മുടെ മമ്മിയുണ്ട്, മമിത ബൈജു മുത്തേ. ഇതിൽ കണ്ടിട്ട് അവർക്കും നല്ല പ്രാധാന്യമുള്ള വേഷമാണ്. അവർ നന്നായി അഭിനയിക്കണൊക്കെ ഉണ്ട്. സോ
അവരുടെയും കൂടിയും പെർഫോമൻസ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പിന്നെ ബോബി ഡിയോൾ അയാളും ചെതറും എന്നതാണ് വിശ്വാസം. സോ ഇത്രേ പറയാനുള്ളൂ, കൂടുതലൊന്നും വലിച്ചു നീട്ടുന്നില്ല. ബുക്കിംഗ് നേരത്തെ ഓപ്പൺ ചെയ്തു, അതുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കരമായ ഹെവി ട്രാഫിക് അല്ലെങ്കിൽ ഹെവി ബുക്കിങ്ങോ പരിപാടികളൊന്നും ബുക്ക് മൈ ഷോയിൽ കാണുന്നില്ല. മണിക്കൂറിൽ 1000 ടിക്കറ്റ്സ് ഒക്കെയാണ് പോകുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രെയിലറിന് ശേഷം മേ ബി ഫാസ്റ്റ് ഫീലിംഗ് ആവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മണിക്കൂറിൽ കൂടുതൽ ടിക്കറ്റുകൾ പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്താ പറയുക, തലേദിവസമൊക്കെ ആവുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കത്താനുള്ള സാധ്യത ആക്ച്വലി ഉണ്ട്. പിന്നെ വിജയ് പടാണ്, എന്തായാലും ഹൗസ്ഫുൾ ഷോസ് തന്നെ ആയിരിക്കും. പക്ഷെ ടിക്കറ്റ് ബുക്കിങ്ങിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നേരത്തെ തുടങ്ങിയത് കൊണ്ടാണോ എന്നറിയില്ല, ഫാസ്റ്റ് ഫീലിംഗ് ആക്ച്വലി ഇല്ല. സോ വരട്ടെ, ഗംഭീരമാവട്ടെ, ഇത്രേ പറയാനുള്ളൂ. ഇന്നലെ പാട്ട് ഇറങ്ങിയ സമയത്ത് ഭയങ്കര ഫാസ്റ്റിലായിരുന്നു ഇതിന്റെ വ്യൂവർഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് അജാതി ലെവലിൽ. അത് പുള്ളിയോടുള്ള സ്നേഹാട്ടോ, ആ വ്യൂവർഷിപ്പിലൂടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇപ്പൊ ട്രെയിലറിന്റെ നോക്കുന്ന സമയത്ത് 2 മില്യൺ 2.7 മില്യൺ ഒരു മണിക്കൂറിലെ 2 മണിക്കൂർ ആവാൻ വേണ്ടി പോകുമ്പോ 2 മില്യൺ 78,430 പുല്ല് എജാതി 593K ലൈക്കും. അവിടെ അപ്ഡേറ്റഡ് അല്ലാത്തതാണ് ഞാനിപ്പോ ഈ പറഞ്ഞ കണക്ക്. അവിടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കണക്ക് എന്ന് പറഞ്ഞാൽ ഹെവി റീച്ചിലേക്ക് പോയിട്ടുണ്ട് ഇതിന്റെ വ്യൂവർഷിപ്പ്. ഏതായാലും പടം ഗംഭീരാവട്ടെ, ഉഷാറാവട്ടെ. ഇത് കേസരി, ഞാൻ വീണ്ടും പറയണു, എനിക്ക് ഇതിന്റെ പരിപാടി അറിയില്ല, കേസരിയാണോ ഇപ്പൊ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കേസരി കണ്ട ആൾക്കാർ കമന്റ് ചെയ്യും. ഞാൻ കാണാത്തത് കൊണ്ട് എനിക്ക് ഈ സിനിമ ബാധിക്കാൻ വേണ്ടി പോണ കാര്യമൊന്നുമല്ല, റീമേക്ക് ആണെങ്കിലും അല്ലെങ്കിലും. ദാറ്റ്സ് ഇറ്റ്, ബൈ ബൈ.